പരിപാടി ഇതിൻ്റെ മുരിങ്ങയിലയുടെ ടേസ്റ്റ് വന്നിട്ട് കേട്ടോ. ഇതിൻ്റെ നീരിങ്ങനെ ഇറങ്ങി കേട്ടോ. നിങ്ങൾ വെള്ളം ഇത്രയും കൂട്ടി ഒഴിക്കണ്ട. ഞാൻ കുറച്ച് കൂടുതൽ എടുത്ത് ഞാൻ നീരും കൊണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചായിരുന്നു. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഹോം റെമഡിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു റെമഡിയാണ്. ഇപ്പോൾ എൻ്റെ മുഖത്ത് തന്നെ നല്ല കുരുവുണ്ടായിരുന്നു, നെറ്റിയിലൊക്കെ നന്നായിട്ട് കുരു വന്നിരുന്നു. ആ സമയത്ത് ഞാൻ ചെയ്തിരുന്ന ടിപ്പാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറേ നാളായി കരുതുന്നു അതൊന്ന് ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ മുരിങ്ങയില ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്, ഇവിടെ മുരിങ്ങയുടെ മരമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ആ ടിപ്പൊന്ന് ചെയ്ത് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ മുഖത്ത് നല്ല പിമ്പിൾസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഡെയിലി അപ്ലൈ ചെയ്തിട്ടിരുന്ന പാക്കാണ്. 1 മന്ത് എങ്കിലും ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. എനിക്ക് അത്രയും ഷുവർ ആയതുകൊണ്ടാണ് ഞാൻ അത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് കാണാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഞെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് മിസ് ചെയ്യാതെ കിട്ടും. എൻ്റെ വീഡിയോസൊക്കെ നമുക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുരിങ്ങയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുരിങ്ങയില ഇതുപോലെ തണ്ടൊക്കെ മാറ്റി അടർത്തിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കണേ. ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു കല്ലിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അരകല്ലിൽ വെച്ചിട്ടോ ഇങ്ങനെ ഇടിച്ച് അത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. മിക്സിയിൽ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് മിക്സിയിൽ അടിക്കുന്നതിനേക്കാളും. എന്നാലാണ് ഇത് ഇതുപോലെ ഒരു രീതിയിൽ കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. മിക്സിയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് കല്ലിൽ തന്നെ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മുൾട്ടാണിമിട്ടി ആഡ് ചെയ്യാം. മുൾട്ടാണിമിട്ടി അല്പം ആഡ് ചെയ്താൽ മതി, ഒരുപാടൊന്നും ആഡ് ചെയ്യേണ്ട. 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു തവണ ഇട്ടിട്ട് ഇനി ഒരു തവണ കൂടി ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1 ടേബിൾ സ്പൂൺ നിങ്ങൾ ആഡ് ചെയ്യുക കേട്ടോ. ആഡ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുൾട്ടാണിമിട്ടി ആണെങ്കിലും മുരിങ്ങയിലയാണെങ്കിലും ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ ഫേസിന് തരുന്നത്. മുൾട്ടാണിമിട്ടി നമുക്കറിയാം വെറുതെ അപ്ലൈ ചെയ്താൽ കൂടി നമ്മുടെ ഫേസിലെ പോൾസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ ഫേസിലെ ഡേർട്ടും കാര്യങ്ങളൊക്കെ കണ്ട് ഓയിലൊക്കെ കൺട്രോൾ ചെയ്യാനും എല്ലാത്തിനും വളരെ നല്ലതാണ് മുൾട്ടാണിമിട്ടി. പിന്നെ മുൾട്ടാണിമിട്ടി ഡെയിലി ഒന്നും ഇടുന്നത് കൊള്ളില്ല കേട്ടോ. മുൾട്ടാണിമിട്ടി എന്നല്ല, ഏത് മഡ് പാക്ക് ആണെങ്കിലും ഡെയിലി ഇടുന്നത് കൊള്ളില്ല, നമ്മുടെ സ്കിന്നിന് അത് ബാധിക്കും. അപ്പോൾ ഡെയിലി ഇടാതെ നിങ്ങളൊരു 3 ദിവസമൊക്കെ ഇടവിട്ടൊക്കെ ആണെങ്കിലും പിന്നെയും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഹണിയാണ്. തേൻ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു ചെറിയ സ്പൂൺ ആഡ് ചെയ്താൽ മതി. അതായത് ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്യാം. ഇതുപോലെ ആഡ് ചെയ്തിട്ട് ഈ 3 ഇൻഗ്രീഡിയൻറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ആകെ എടുത്തിട്ടുള്ളത് മുരിങ്ങയിലയും ഹണിയും മുൾട്ടാണിമിട്ടിയാണ്. നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങളിത് മിക്സ് ചെയ്ത് ഇതുപോലെ എടുത്ത് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുരിങ്ങയില എടുത്ത് പറിച്ച് വെച്ചിട്ട് അതിങ്ങനെ ഇടിച്ച് ഇതാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ഹണി മുൾട്ടാണിമിട്ടി ആഡ് ചെയ്തിട്ട് ഡെയിലി അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് കണ്ടു. നമുക്ക് ആകെ 3 ഇൻഗ്രീഡിയൻറ്റ് മതി. മുരിങ്ങയില, തേൻ, മുൾട്ടാണിമിട്ടി, ഇത് 3 മാത്രം മതി. നിങ്ങളുടെ വീട്ടിൽ മുരിങ്ങയില ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇത് ചെയ്ത് നോക്കുക. മുഖക്കുരുവിൻ്റെ പ്രശ്നം, മുഖക്കുരുവിൻ്റെ പാടിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇത് ചെയ്ത് നോക്കുക. ഒരു ചലഞ്ച് എന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു 1 മന്തിലേക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. എനിക്ക് അത്ര റിസൾട്ട് കിട്ടിയ ഒരു ഹോം റെമഡിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്രയും എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അത് ഷെയർ ചെയ്യാമെന്ന് വെച്ചത് തന്നെ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഫേസ് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഫേസ് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും കടലമാവ് യൂസ് ചെയ്ത് കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ. ഞാൻ കടലമാവാണ് യൂസ് ചെയ്യാറ്. ഫേസ് വാഷ് ഒന്നും അപ്ലൈ ചെയ്യാറില്ല. കാരണം എനിക്ക് ഫേസ് വാഷ് അപ്ലൈ ചെയ്യുന്നതിലും കൂടുതൽ നന്നായിട്ട് ചെയ്ത് കടലമാവാണ്. ഞാൻ വർഷങ്ങളായിട്ട് കടലമാവ് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഫേസ് വാഷും സോപ്പും ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യില്ല. അപ്പോൾ നിങ്ങളതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങളിപ്പോൾ ഫേസ് വാഷ് യൂസിച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യുക. ഒരു 20-30 മിനിറ്റ് വരെ വെക്കാം. അപ്പോൾ ഇതൊന്ന് ഞാൻ അപ്ലൈ ചെയ്യാം. ഇത് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ കൈ കൊണ്ട് അപ്ലൈ ചെയ്യാൻ സുഖം. നിങ്ങളുടെ വീട്ടിൽ മുരിങ്ങയില എനിക്ക് ഉറപ്പായിട്ട് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ അടുത്ത വീട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ചോദിച്ചു ഒത്തിരി എല്ലാം മതിയല്ലോ. അതുപോലെ ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം. മുരിങ്ങയിലയും തേനും മാത്രം നിങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് അപ്പോൾ തന്നെ ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. മുരിങ്ങയില അരച്ചിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിലുണ്ടെങ്കിൽ കൂടി ഇതുപോലെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. മുഖത്ത് കുരുവായിട്ട് നല്ല പ്രശ്നമായിട്ടിരിക്കുന്നവരൊക്കെ ഇത് ചെയ്തു നോക്കെ. എനിക്ക് 1 മാസം ഞാൻ ഇത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ല മാറ്റം വന്ന ഹോം റെമഡിയാണിത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നൈറ്റ് സെറമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ നീര് മാത്രം എടുത്തിട്ട് ഒരു വിറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഗ്ലിസറിനോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഒരു സ്പ്രേ ബോട്ടിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് ഒരു സെറം പോലെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പരിപാടി. ഇതിനൊരു മുരിങ്ങയുടെ ടേസ്റ്റ് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്ര ഉള്ള പരിപാടി. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി. 1 മന്ത് ഉറപ്പായിട്ട് യൂസ് ചെയ്തു. അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എന്നൊന്നും പറയരുത്. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1 മന്തെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. കുളിക്കുന്നതിന് മുമ്പ് ചെയ്താൽ മതിയല്ലോ. കുളിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ചെയ്യുക. പറ്റുമെങ്കിൽ ഇതിൻ്റെ നീരെടുത്ത് വെച്ചിട്ട് മുരിങ്ങയുടെയും കുറച്ച് ഗ്ലിസറിനോ അല്ലെങ്കിൽ വിറ്റമിൻ ഇ ക്യാപ്സൂൾ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിൽ വെച്ച് ഒരു സിറം പോലെ നൈറ്റ് സിറം പോലെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുന്നാലും റിസൾട്ട് കിട്ടും. അത് മാത്രം ചെയ്യാമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ കൂടെ പറ്റുമെങ്കിൽ അതും കൂടെ ചെയ്ത് നോക്കാം. നന്നായിട്ട് റിസൾട്ട് കിട്ടും. 1 മന്ത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള ഇതിൻ്റെ നീരിങ്ങനെ ഇറങ്ങി പോട്ടെ. നിങ്ങൾ വെള്ളം ഇത്രയും കൂട്ടി ഒഴിക്കണ്ട. ഞാൻ കുറച്ച് കൂടുതലെടുത്തു. ഞാൻ നീരും കൊണ്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിരുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.